പ്രിയ സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, വർക്കലയ്ക്കടുത്ത് ചിലക്കൂർ എന്ന പ്രദേശത്ത് ആ കാലത്ത് ഗുരുദേവൻ്റെ ഒരു ഭക്തനായ ഗോവിന്ദൻ എന്ന ഒരാൾ താമസിച്ചിരുന്നു. ഒരു ദിവസം യാദൃച്ഛികമായി ഗുരുദേവൻ അയാളുടെ ഭവനത്തിൽ ചെല്ലുകയുണ്ടായി. ഗുരുദേവൻ എഴുന്നള്ളിയത് കണ്ട് ഗോവിന്ദനും കുടുംബവും അതീവ സന്തുഷ്ടരായി. ആ കാലത്ത് ഗുരുദേവൻ ഒരു ഭവനത്തിൽ ആഗതനാകുന്നത് സുകൃതഫലമായിട്ടാണ് ഗുരുദേവ ഭക്തന്മാർ കരുതിയിരുന്നത്. ഗോവിന്ദനും കുടുംബവും ഗുരുവിനെ വളരെ ആദരവോടെ സ്വീകരിച്ച് ഇരുത്തി. ഉടനെ പശുവിനെ കറന്ന് പാലുണ്ടാക്കി ഇഷ്ടഭോജ്യങ്ങളുണ്ടാക്കി നൽകി. ഒരാൾ ഗുരുദേവന് കിടക്കാനായി പ്രത്യേകം സൂക്ഷിച്ചു വച്ചിരുന്ന മെത്തപ്പായ എടുത്ത് കട്ടിലിൽ നിവർത്തി ഇടാൻ തുടങ്ങുമ്പോൾ ആ പായ്ക്കുള്ളിൽ മുട്ടയിട്ട് പെരുകി കഴിഞ്ഞിരുന്ന കട്ടുറുമ്പുകൾ ആ മനുഷ്യനെ കടിക്കാനും തുടങ്ങി. കടികൊണ്ട മനുഷ്യൻ പായ അവിടെ ഇട്ടിട്ട് ചൊറിയാനും തിരുമാനും തുടങ്ങി. അപ്പോൾ ഗോവിന്ദൻ ആ പായെടുത്ത് പുറത്തു കൊണ്ടുപോയി കുടഞ്ഞ് ഉറുമ്പുകളെ കളയാൻ മുതിർന്നപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, വേണ്ട, എറുമ്പുകൾ അവിടെ ഇരുന്നോട്ടെ, അത് നമ്മെ കടിക്കുകയില്ല. എറുമ്പുകൾക്കും എല്ലാവരെയും അറിയാം. ഗുരുദേവൻ ആ കട്ടുറുമ്പ് കൂടുകൂട്ടി കിടക്കുന്ന പായിൽ തന്നെ കിടന്നു. അദ്ദേഹം അതിൽ കിടന്ന് സുഖമായി ഉറങ്ങുന്നു. എറുമ്പിൻ്റെ കടികൊള്ളുന്നതായ യാതൊരു ലക്ഷണവും കാണുന്നുമില്ല. വീട്ടുകാർക്ക് ഇത് അത്ഭുതമായി. പിറ്റേ ദിവസം രാവിലെ വീട്ടുകാർ ഉണർന്ന് ഗുരുദേവൻ കിടന്ന മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ ഗുരുദേവൻ അവിടെയില്ല. മറ്റുള്ളവർ ഉണരുന്നതിന് മുൻപ് അദ്ദേഹം പോയിരിക്കും. അവർ ഗുരുവിനെ കാണാനായി ശിവഗിരിയിൽ ചെന്നു. അപ്പോൾ അവിടെയുള്ള സന്യാസിമാർ പറയുന്നു, ഇന്നലെ ഗുരുദേവൻ ഇവിടെ നിന്ന് എങ്ങും പോയിട്ടില്ല. പകലും രാത്രിയും എല്ലാം ഗുരുദേവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന്. ഗോവിന്ദൻ പറയുന്നു, ഇന്നലെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ നൽകിയ ഭക്ഷണം കഴിച്ച് അവിടെ ഉറങ്ങിയതാണല്ലോ. ഗുരുദേവനെ ഒരേ സമയം ഒന്നിലധികം സ്ഥലങ്ങളിൽ കണ്ടതായി പറയുന്നതിന് ഇത് ഒരു ഉദാഹരണമാണ്. ഗുരുദേവന് മനുഷ്യരുടെ കാര്യത്തിൽ മാത്രമല്ല ഇതര ജന്തുക്കളുടെ കാര്യത്തിലും ശ്രദ്ധയുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു ദിവസം ഗുരുദേവൻ ഒരു ശിഷ്യൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. ആ സമയം മേലാസകലം നീണ്ട രോമങ്ങളുള്ള ഒരു പൂച്ച ഗുരുവിൻ്റെ സമീപത്ത് വന്നിരുന്ന് അദ്ദേഹത്തിൻ്റെ തൃക്കൈ കൊണ്ട് തരുന്ന അല്പം ഭക്ഷണം കിട്ടിയാൽ കൊള്ളാം എന്ന ഭാവത്തിൽ ഗുരുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ഗുരുദേവൻ ഒരു ഉരുളച്ചോറ് അതിനു മുൻപിൽ വെച്ചു. പിന്നീട് 3 ചെറിയ ഉരുളകളും ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് പൂച്ചയോട് പറഞ്ഞു, വലിയ ഉരുള നിനക്കുള്ളത്, ചെറിയത് 3 നിന്റെ കുട്ടികൾക്ക് പാല് കൊടുക്കാനും ഉള്ളത്. ഇത് കേട്ട പൂച്ച ആദ്യം വലിയ ഉരുള തിന്നു. പിന്നീട് ചെറിയ 3 ഉരുളകളും തിന്നു. വീട്ടുകാർ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. പൂച്ച പ്രസവിച്ച വിവരം അവർ അറിഞ്ഞിരുന്നില്ല. ഗുരുദേവൻ പോയി കഴിഞ്ഞപ്പോൾ ഗൃഹനാഥൻ പറഞ്ഞു, ഗുരുദേവൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് പൂച്ച പ്രസവിച്ചിട്ടുണ്ട്, അതെവിടെയാണെന്ന് നോക്കണം. അവർ മച്ചും പുറത്ത് കയറി നോക്കി. അതാ ഒരു കുട്ടയിൽ പൂച്ച പ്രസവിച്ച 3 കുഞ്ഞുങ്ങൾ കിടക്കുന്നു. അവർ ഓർത്തു, ഗുരുദേവൻ്റെ ശ്രദ്ധ ഈ നിരീഹ ജന്തുക്കളിൽ പോലും ചെല്ലുന്നല്ലോ. നമസ്കാരം.